കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒന്നാമത്തെ ശത്രു ദേവസ്വം ബോർഡുകളെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ക്ഷേത്രത്തിൽ ഇടതുപക്ഷ സർക്കാരും ദേവസ്വം ബോർഡുകളും നടത്തുന്ന കൊള്ളയ്ക്കെതിരെ ബി.ജെ.പി. തൃശൂർ നോർത്ത് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇടതുപക്ഷ സർക്കാരും ദേവസ്വം ബോർഡ് ചേർന്ന് നടത്തുന്ന കൊള്ളയ്ക്കെതിരെയും ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്ത് അടക്കമുള്ളവ ഇല്ലായ്മ ചെയ്യാനുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ നീക്കത്തിനെതിരെയുമാണ് ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് ബി.ജെ.പി. മാർച്ച് നടത്തിയത്. കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മഹാരാജ ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡ് തീർത്ത് തടഞ്ഞു. തുടർന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ഉദ്ഘാടനം ചെയ്തു. ഏതാനും ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ചുരുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. CPM നോമിനികളെ മുൻനിർത്തി നടത്തുന്ന കൊള്ളയിലൂടെ എത്തുന്ന പണം CPM-ലേക്കാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിച്ച് ഭക്തന്മാർ കാണിക്കയായി കൊടുക്കുന്ന പണം കൊള്ളയടിച്ച് വ്യക്തിഗതമായ സമ്പാദ്യത്തിനും പാർട്ടി പണമുണ്ടാക്കാനും പാർട്ടി ഫണ്ടുണ്ടാക്കാനും ഒക്കെ ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്നോ ഇന്നലെ ആരംഭിച്ചിട്ടുള്ളതല്ല. കഴിഞ്ഞ എത്രയോ വർഷമായി ഭാരതീയ ജനതാ പാർട്ടി ഇത് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന കൊള്ളസംഘങ്ങളാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ബി.ജെ.പി. എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഭരണമില്ലാത്തതിന്റെ കൊതിക്കർവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിച്ചിരുന്ന ആളുകളെല്ലാവരും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് ബി.ജെ.പി. കാലങ്ങളായി ആവശ്യപ്പെട്ടപ്പോൾ അത് ബി.ജെ.പിയുടെ മാത്രം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചവർ അവരെല്ലാവരും ഇന്ന് ഒരേപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു കേരളത്തിലെ ദേവസ്വം ബോർഡുകളാണ്. അവരാണ് ഈ ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുന്നത് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഹൈക്കോടതിയാണ്. എന്നാൽ അന്വേഷണത്തിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം കാലാകാലങ്ങളിൽ CPM-ന് വേണ്ടി നിലയുറച്ചവരാണ്. ഇതിൽ സുതാര്യമായ അന്വേഷണം വേണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ വേണം. ക്ഷേത്രത്തിലെ കൊള്ളയുടെ മാസ്റ്റർ ബ്രെയിൻ മുഖ്യമന്ത്രിയുടേതാണെന്നും എം.ടി. രമേശ് പറഞ്ഞു. ബി.ജെ.പി. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ.ആർ. അനീഷ് മാസ്റ്റർ, വിപിൻ കുടിയേടത്ത് എന്നിവർ പങ്കെടുത്തു. ജനം, തൃശൂർ.